നമസ്കാരം. നമ്മുടെയെല്ലാം ജീവിതത്തിൽ കുറച്ചുകൂടി പോസിറ്റീവ് എനർജി വേണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണല്ലേ? അതിന് നമ്മളെ സഹായിക്കുന്ന വളരെ പണ്ടുമുതലുള്ളതും ശക്തവുമായൊരു വഴിയാണ് ജപമന്ത്രസാധന. പക്ഷേ ഒരു സംശയം വരാം. ഏതൊരു മന്ത്രം ജപിച്ചാലും എല്ലാവർക്കും ഒരേപോലെയുള്ള ഫലം കിട്ടുമോ? ഈ വിശകലനത്തിലൂടെ നമുക്കതിന്റെ ഉത്തരം കണ്ടെത്താം. ഇതിന്റെയൊക്കെ അടിസ്ഥാനം വളരെ ലളിതമായൊരു തത്വമാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇരുട്ടെന്ന് പറയുന്നത് സത്യത്തിലൊരു വസ്തുവാണോ? അല്ല, അത് വെളിച്ചമില്ലാത്തൊരവസ്ഥ മാത്രമാണ്. അതുപോലെ തന്നെയാണ് നെഗറ്റീവ് എനർജിയും. പോസിറ്റീവ് എനർജി എവിടെ കുറയുന്നോ അവിടെ നെഗറ്റിവിറ്റി ഉണ്ടെന്ന് നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നെഗറ്റിവിറ്റിയോട് പോയി യുദ്ധം ചെയ്യുകയല്ല, പകരം നമ്മുടെ ഉള്ളിലെ പോസിറ്റീവ് എനർജിയുടെ ആ പ്രകാശത്തിന്റെ അളവ് കൂട്ടുകയാണ്. ആ വെളിച്ചത്തിൽ നെഗറ്റിവിറ്റിക്ക് താനേ സ്ഥാനമില്ലാതാകും. അപ്പോൾ നമ്മുടെ ഉള്ളിലെ ഈ പ്രകാശം കൂട്ടാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴികളിലൊന്നാണ് മന്ത്രസാധന. പക്ഷേ ഇവിടെയാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഒരു മരുന്ന് പോലെ തന്നെയാണ് മന്ത്രങ്ങളും. ശരിയായ മരുന്ന് കഴിച്ചാൽ അസുഖം മാറും, തെറ്റായ മരുന്ന് കഴിച്ചാലോ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. അതുപോലെ ഓരോ മന്ത്രത്തിനും അതിൻ്റേതായൊരു പ്രത്യേക ഊർജ്ജമുണ്ട്. അത് നമ്മുടെ ബോധനിലവാരവുമായി ചേരുന്നില്ലെങ്കിൽ ചിലപ്പോൾ അത് വിപരീത ഫലങ്ങൾ ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ടാണ് ശരിയായ മന്ത്രം തെരഞ്ഞെടുക്കുന്നത് ഇത്രയധികം പ്രധാനപ്പെട്ടതാകുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും: നമുക്ക് പറ്റിയത് എങ്ങനെ തെരഞ്ഞെടുക്കും? ഈ ആശയക്കുഴപ്പം ഒഴിവാക്കാനായിട്ട് മന്ത്രങ്ങളെ അവയുടെ ഉപയോഗമനുസരിച്ച് പ്രധാനമായും 4 വിഭാഗങ്ങളായി തിരിക്കാം. ഇത് മനസ്സിലാക്കിയാൽ തന്നെ ഏതുതരം മന്ത്രമാണ് നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടതെന്ന് ഒരു വ്യക്തത കിട്ടും. അപ്പോൾ നമ്മൾ ഈ 4 വിഭാഗങ്ങളെക്കുറിച്ചാണ് വിശദമായി നോക്കാൻ പോകുന്നത്. 1. ആത്മീയമായ വളർച്ച ആഗ്രഹിക്കുന്നവർക്കുള്ളവ. 2. നമ്മുടെ സാധാരണ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ നേടാനുള്ളവ. 3. നെഗറ്റീവ് ശക്തികളിൽ നിന്നൊക്കെ ഒരു സംരക്ഷണം തരുന്നവ. പിന്നെ 4-മതായി വളരെ ശക്തമായ ദോഷങ്ങളെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്നവ. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ വിഭാഗത്തിലേക്ക് തന്നെ കടക്കാം. ഇവയാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളതും നമ്മുടെ ആത്മീയമായ ഉന്നമനത്തിന് സഹായിക്കുന്നതുമായ മന്ത്രങ്ങൾ. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഓം നമഃ ശിവായ, ഓം നമോ നാരായണായ പോലെയുള്ള മന്ത്രങ്ങളൊക്കെ ഈ വിഭാഗത്തിലാണ് വരുന്നത്. ഇവയൊക്കെ നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാൻ വളരെ ശക്തമാണ്. എന്നാൽ ഇവിടെ ഒരു ചോദ്യമുണ്ട്: ശിവമന്ത്രങ്ങൾ എപ്പോഴും ഭൗതികമായ അഭിവൃദ്ധിക്ക് നല്ലതാണോ? ഉത്തരം എല്ലായ്പ്പോഴും അങ്ങനെയല്ല എന്നാണ്. കാരണം ജപിക്കുന്ന ആളുടെ ബോധനിലവാരം അത്ര ഉയർന്നതല്ലെങ്കിൽ ഈ മന്ത്രങ്ങളുടെ തീവ്രമായ ഊർജം ഭൗതികമായ കാര്യങ്ങളിൽ നിന്നും ആഗ്രഹങ്ങളിൽ നിന്നുമൊക്കെ ഒരുപക്ഷെ ശ്രദ്ധ മാറ്റിയേക്കാം. അതുകൊണ്ടാണ് ഒരു ഗുരുവിന്റെ മാർഗനിർദ്ദേശം വേണമെന്ന് പറയുന്നത്. ഇനി ഹംസാമന്ത്രത്തെക്കുറിച്ചുള്ള ഈയൊരു വാചകം ശ്രദ്ധിക്കൂ. അതിന്റെ നിരന്തരമായ ജപം കർമ്മവാസനകളെ സൂക്ഷ്മതലത്തിൽ തന്നെ കരിച്ചുകളയാൻ പര്യാപ്തമാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? സിമ്പിളായി പറഞ്ഞാൽ, നമ്മുടെ ഉള്ളിലെ ആഗ്രഹങ്ങളുടെ വേരിനെ തന്നെ ഇല്ലാതാക്കാൻ ഈ മന്ത്രത്തിന് കഴിയും. അപ്പോൾ ഓർത്തു നോക്കൂ, അത് എത്രത്തോളം ശക്തമാണെന്ന്. അപ്പോൾ ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വരുന്നത്. ഹംസാമന്ത്രം വളരെ പവർഫുള്ളാണ്, സമ്മതിച്ചു. പക്ഷേ അത് ലൗകിക ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കുന്ന, കുടുംബമായി ജീവിക്കുന്ന ഒരാൾക്കുള്ളതല്ല. ഭൗതികമായ കെട്ടുപാടുകളെല്ലാം ഉപേക്ഷിച്ച് സന്യാസിമാർക്കാണത് യോജിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠമിതാണ്: ഏറ്റവും ശക്തമായ മന്ത്രം എന്നതിലല്ല കാര്യം, നമുക്ക് ഏറ്റവും അനുയോജ്യമായ മന്ത്രം ഏതാണെന്നതിലാണ്. ഇനി എല്ലാവരും സന്യാസിമാരാകാൻ ആഗ്രഹിക്കുന്നവരല്ലല്ലോ, അല്ലേ? നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പ്രായോഗികമായ ആവശ്യങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും മന്ത്രങ്ങൾ സഹായിക്കും. അതാണ് നമ്മുടെ അടുത്ത വിഭാഗം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന തടസ്സങ്ങൾ മാറ്റാനും ചിലപ്പോൾ ശത്രുക്കളെ നമ്മുടെ വഴിയിൽ നിന്ന് അകറ്റി നിർത്താനും മറ്റ് ഭൗതികമായ ആവശ്യങ്ങൾ നിറവേറ്റാനുമൊക്കെ ഈ മന്ത്രങ്ങൾ സഹായിക്കും. താന്ത്രിക വിധി പ്രകാരം ഇവയെ പോസിറ്റീവ് വശ്യമന്ത്രങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഇവ ലൗകികമായ ജീവിതത്തിൽ വിജയം നേടാൻ വേണ്ടിയുള്ളവയാണ്. ഓക്കെ, ഇനി നമുക്ക് ഒരുതരം ആത്മീയ പ്രതിരോധ സംവിധാനത്തെക്കുറിച്ച് സംസാരിക്കാം. നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ ഒരു ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ നമ്മുടെ ഊർജ്ജ ശരീരത്തെ നെഗറ്റീവ് സ്വാധീനങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന ചില മന്ത്രങ്ങളുണ്ട്. അതാണ് ഈ വിഭാഗം. ആഭിചാരം, ബാധാദോഷങ്ങൾ പോലെയുള്ള നെഗറ്റീവ് എനർജികളെ തടയാൻ ഈ മന്ത്രങ്ങൾക്ക് കഴിയും. ഇവ നമ്മുടെ സൂക്ഷ്മ ശരീരത്തെ ബലപ്പെടുത്തി ജീവകാന്തി വലയം എന്നറിയപ്പെടുന്ന ഒരുതരം എനർജി ഷീൽഡ് അല്ലെങ്കിൽ ഊർജ്ജ കവചം ഉണ്ടാക്കിയെടുക്കുന്നു. പക്ഷേ ഇവിടെ വളരെ വളരെ പ്രധാനപ്പെട്ടൊരു മുന്നറിയിപ്പുണ്ട്. ഇത്തരം മന്ത്രങ്ങൾ നമുക്ക് ഉപദേശിച്ചു തരുന്ന വ്യക്തിക്ക് ഉയർന്ന ബോധതലവും ധ്യാനത്തിലൂടെ നേടിയെടുത്ത ശക്തമായ ഒരു ഓറയും നിർബന്ധമാണ്, അല്ലെങ്കിൽ അത് അപകടകരമായേക്കാം. ശരി, ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഏറ്റവും അവസാനത്തേതും ഒരു പക്ഷേ ഏറ്റവും പവർഫുള്ളും അതുപോലെ തന്നെ ഏറ്റവും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതുമായ മന്ത്രങ്ങളെക്കുറിച്ചാണ്. ചില സമയങ്ങളിൽ സാധാരണയിൽ കവിഞ്ഞ് അതിശക്തമായ നെഗറ്റീവ് എനർജികളെ നേരിടേണ്ടി വരും.
അതായത് അഥർവവേദത്തിലെ ചില പ്രയോഗങ്ങൾ പോലെയുള്ളവ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്തു ചെയ്യും? അതിന് ചില പ്രത്യേക അഥർവമന്ത്രങ്ങൾ തന്നെ ഉപയോഗിക്കേണ്ടി വരും. നമ്മൾ പറയുന്നതുപോലെ മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക. പക്ഷേ ഇത് വളരെ റിസ്ക്കുള്ളൊരു കാര്യമാണ്. ഇത് ചെയ്യുന്ന വ്യക്തിക്ക് അതീതീവ്രമായ ഒരു പോസിറ്റീവ് എനർജി ശരീരം വേണം. അവരുടെ ബോധം എപ്പോഴും ആജ്ഞാചക്രത്തിൽ, അതായത് തേർഡ് ഐയിൽ കേന്ദ്രീകരിച്ചിരിക്കണം. പോരാത്തതിന് മറ്റൊരാളെ സഹായിക്കുമ്പോൾ ആ നെഗറ്റീവ് എനർജി തിരിച്ചു കേൾക്കാതിരിക്കാൻ ശരീരബോധം മറികടക്കാനും കഴിയണം. അത്രയേറെ ഉയർന്ന തലത്തിലുള്ള ഒന്നാണിത്. അപ്പോൾ നമ്മളീ 4 തരം മന്ത്രങ്ങളെക്കുറിച്ചും കണ്ടു. ഓരോന്നിനും അതിൻ്റേതായ ലക്ഷ്യങ്ങളുണ്ട്, ശക്തിയുണ്ട്. ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കാതലായ ഒരു ആശയമെന്താണ്? അതാണ് അനുയോജ്യതയുടെ സുവർണ നിയമം. അപ്പോൾ ഇത്രയൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായും ഒരു ചോദ്യം വന്നിട്ടുണ്ടാകും. ഇതിൽ ഏതാണെനിക്ക് വേണ്ടത്? എനിക്ക് അനുയോജ്യമായ മന്ത്രം ഏതാണ്? ഇതിനുള്ള ഉത്തരം വളരെ ലളിതമാണ്, എന്നാൽ അത്രയേറെ പ്രധാനപ്പെട്ടതുമാണ്. ഏത് മന്ത്രം തിരഞ്ഞെടുക്കുന്നതിന് മുൻപും നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരൊറ്റ ചോദ്യമേയുള്ളൂ: ഈ മന്ത്രം എൻ്റെ ഇപ്പോഴത്തെ ബോധനിലവാരത്തിനും എൻ്റെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾക്കും യോജിച്ചതാണോ? ഇതാണ് ആ സുവർണ നിയമം. മറ്റൊരാൾക്ക് നല്ല ഫലം കിട്ടി എന്നതുകൊണ്ട് നമുക്കും അത് നല്ലതാകണമെന്നില്ല. നമുക്ക് ഗുണകരമായത്, നമ്മളുമായി ചേരുന്നത് തിരഞ്ഞെടുക്കുക. നമ്മുടെ ആന്തരികമായ വളർച്ചയ്ക്കുള്ള താക്കോൽ അതാണ്. അതുകൊണ്ട് ഒന്നോർക്കുക, ഏറ്റവും ശക്തിയേറിയ മന്ത്രം ഏതാണെന്ന് അന്വേഷിച്ചു പോകുന്നതിലല്ല കാര്യം. മറിച്ച് നമ്മുടെ ജീവിതത്തിനും നമ്മുടെ ആത്മീയ തലത്തിനും ഏറ്റവും അനുയോജ്യമായ മന്ത്രം കണ്ടെത്തുന്നതിലാണ് യഥാർത്ഥത്തിലുള്ള നന്മയും വിജയവും ഒളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ പ്രകാശം കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറാണോ? ഈ അറിവ് അതിലേക്കുള്ള ഒരു നല്ല വഴികാട്ടിയാകട്ടെ.